ഒരു നേരത്തെ നല്ലതല്ലാത്ത ഭക്ഷണം അതിന് പോലും നിങ്ങളുടെ രക്തക്കുഴലുകളെ മണിക്കൂറുകളോളം കേടുവരുത്താനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നറിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ. ഞാനൊരു കാർഡിയോളജിസ്റ്റാണ്. ഇന്ന് നമുക്ക് നോക്കാം ഒരേ ഒരു ഭക്ഷണം നിങ്ങളുടെ ഹൃദയത്തെയും രക്തക്കുഴലുകളെയും എത്രത്തോളം കേടുവരുത്തുന്നു എന്നുള്ളത്. ഇതൊരു അദൃശ്യമായ ഡാമേജ് ആണ്. നമ്മൾ വയറ് നിറച്ചൊരു ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിക്കുക. അതിനകത്ത് ഒരുപാട് കൊഴുപ്പുണ്ട്, ഒരുപാട് ഷുഗർ ഉണ്ട് എന്ന് വിചാരിക്കുക. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ രക്തക്കുഴലുകൾ സ്റ്റിഫായിട്ട് മാറുകയാണ്. രക്തക്കുഴലുകൾക്കകത്ത് നീർക്കെട്ട് ഇൻഫ്ലമേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഓക്സിഡേറ്റീവ് സ്ട്രെസ് സംഭവിക്കുകയാണ്. എൻഡോത്തീലിയം അത് കേടുവരികയാണ്. സാധാരണഗതിയിൽ നമ്മുടെ രക്തക്കുഴലുകളെല്ലാം വളരെ ഫ്ലെക്സിബിൾ ആണ്. പക്ഷേ ഇതുപോലുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ രക്തക്കുഴൽ വളരെ സ്റ്റിഫായിട്ട് മാറുകയാണ്. രക്തക്കുഴലുകൾക്കകത്ത് ക്രാക്കുകൾ വീഴുകയാണ്. നീർക്കെട്ട് കാരണം ക്ലോട്ടിംഗ് ടെൻഡൻസി കൂടുകയാണ്. ഈ ഒരു അവസ്ഥയെ എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയും. ഇത് ഏകദേശം 4 മുതൽ 6 മണിക്കൂർ വരെ നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട്. ഒരു വ്യക്തി ഇതുപോലുള്ള ഭക്ഷണം 3 നേരം കഴിക്കുകയാണെങ്കിൽ അയാളുടെ ശരീരത്തിൽ 24 മണിക്കൂറും രക്തക്കുഴലുകൾക്ക് എത്ര ഡാമേജ് വരുത്താൻ അത് കാരണമാവും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വളരെ കൂടിയ അളവിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ടെങ്കിൽ, ഷുഗർ ഉണ്ടെങ്കിൽ രക്തത്തിൽ അത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും. ശരീരം ഈ കൊഴുപ്പിനെയും ഷുഗറിനെയും ഒരു ശത്രുവായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ശരീരം അതിനെതിരെ പ്രതികരിച്ചു തുടങ്ങും. ഈ പ്രതികരണം നീർക്കെട്ടായിട്ട് മാറുകയാണ്. ഇതിനാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയാം. ഈ ഇൻഫ്ലമേഷൻ കാരണം രക്തക്കുഴലിനകത്തെ തൊലി എൻഡോത്തീലിയം നശിപ്പിക്കപ്പെടുകയാണ്. എൻഡോത്തീലിയം എന്ന് പറയുന്ന തൊലി വളരെ ലോലമാണ്. ഇതേസമയം ഫ്രീ റാഡിക്കൽസ് അഥവാ ഓക്സിഡേറ്റീവ് സ്ട്രെസ് രക്തക്കുഴലുകൾക്ക് സംഭവിക്കുകയാണ്. ഇങ്ങനെ കാലക്രമേണ ഇതുപോലുള്ള ഭക്ഷണം കഴിക്കുന്ന വ്യക്തികളിൽ രക്തക്കുഴലുകൾക്കകത്ത് ബ്ലോക്ക് രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അവരുടെ രക്തധമനികൾ സ്റ്റിഫായിട്ട് മാറുകയാണ്. അത് കാരണം ഇങ്ങനെയുള്ള ആളുകൾക്ക് ഹാർട്ട് അറ്റാക്കിന്റെ സാധ്യത കൂടുന്നുണ്ട്, സ്ട്രോക്കിന്റെ സാധ്യത കൂടുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ രക്തക്കുഴലുകളിൽ വരുന്ന പല മാറ്റങ്ങളും തുടക്കത്തിൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ അതല്ലെങ്കിൽ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് പച്ചക്കറികൾ, ഇലക്കറികൾ, ഒലീവ് ഓയിൽ, മത്തി പോലുള്ള നല്ല മത്സ്യങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. രണ്ടാമത്തെ കാര്യം, ഒരു കാരണവശാലും അൾട്രാ പ്രോസസ്ഡ് ഫുഡുകൾ കഴിക്കാതിരിക്കുക. അതെന്തൊക്കെയാണ്? പ്രോസസ്ഡ് ആയിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, അതുപോലെ ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡുകൾ ഒക്കെ ഒഴിവാക്കുക. മൂന്നാമത്തത്, ആർട്ടിഫിഷ്യൽ ഷുഗേഴ്സ് നിർബന്ധമായിട്ടും ഒഴിവാക്കുക, കഴിക്കാനേ പാടില്ല. റിഫൈൻഡ് ഷുഗേഴ്സും ഒഴിവാക്കുക. നാലാമത്തത്, വെള്ളം നന്നായിട്ട് കുടിക്കുക. ഈ ഹൈഡ്രേഷൻ രക്തക്കുഴലുകൾക്ക് വളരെ ആരോഗ്യം പ്രദാനം ചെയ്യും. അഞ്ചാമത്തത്, പോളിഫിനോൾസ് കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ഡാർക്ക് ചോക്ലേറ്റ്, ഗ്രീൻ ടീ ഇതെല്ലാം കൂടുതലായിട്ട് ഉപയോഗിക്കുക. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഹൃദയത്തിൻ്റെയും രക്തക്കുഴലുകളുടെയും ആരോഗ്യം ഒരുപാട് കാലമെടുത്ത് മാത്രമല്ല സംഭവിക്കുക. പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിൽ നിന്നും ഇതിൻ്റെ തുടർച്ച സംഭവിക്കാം. ഭക്ഷണത്തിലൂടെ മരുന്നുകൾ ഒഴിവാക്കാമെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്കായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക.